അപ്പോഴേ നമ്മുടെ മൊഡ്യൂൾ 2ൻ്റെ പാർട്ട് 9ൽ കുറച്ച് പോർഷൻസ് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിലെന്തോ അപ്ലോഡ് ചെയ്തപ്പോൾ എങ്ങാണ്ട് വന്നൊരു എററാണ്. അപ്പം ഞാൻ അതൊന്നുകൂടെ പഠിപ്പിക്കാമെന്ന് കരുതുവാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ഡയഗ്രാഫ് തൊട്ടായിരുന്നു അതിൽ വിട്ടുപോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ഡയഗ്രാഫ്സ് എന്താണെന്ന് നോക്കാം. ആദ്യം പറയുന്നത് സിമ്പിൾ ഡയഗ്രാഫിനെ കുറിച്ചാണ്. സിമ്പിൾ ഡയഗ്രാഫ് പറയുന്നതിന് മുന്നേ സിമ്പിൾ ഗ്രാഫ് നമുക്കറിയാമല്ലേ. സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്തുമായിരുന്നു? ലൂപ്പുമില്ല, പാരലൽ എഡ്ജും ഇല്ലാത്തതിനെയായിരുന്നു നമ്മൾ സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞത്. ആ സിമ്പിൾ ഗ്രാഫിൽ ഞാനിപ്പം ഡയറക്ഷൻ പറയുകയെന്ന് വെച്ചു. അതായത് ലൂപ്പും പാരലൽ എഡ്ജും ഇല്ലാത്ത ഒരു സിമ്പിൾ ഗ്രാഫിൽ ഞാൻ ഡയറക്ഷൻ പറഞ്ഞാൽ അതെന്താവും? സിമ്പിൾ ഡയഗ്രാഫ് ആവും. അടുത്തിട്ട് നോക്കിക്കേ, കംപ്ലീറ്റ് ഡയഗ്രാഫ്. കംപ്ലീറ്റ് ഡയഗ്രാഫ് എന്ന് പറയുമ്പം എനിക്ക് കംപ്ലീറ്റ് ഗ്രാഫ് അറിയാം. നമ്മൾ പഠിച്ചിട്ടില്ലേ കംപ്ലീറ്റ് ഗ്രാഫ്? എങ്ങനെയായിരുന്നു കംപ്ലീറ്റ് ഗ്രാഫ്? ഏതൊരു വെർട്ടക്സ് എടുത്താലും ആ വെർട്ടക്സിന് ബാക്കിയുള്ള എല്ലാ വെർട്ടക്സുമായിട്ടും ചേർന്ന് എഡ്ജ് വേണം അല്ലേ. അപ്പം ഈ വെർട്ടക്സിന് ഇങ്ങനെ വരണം, ഇങ്ങനെ വരണം. അപ്പോൾ ഏതൊരു വെർട്ടക്സ് എടുത്താലും ബാക്കിയുള്ള വെർട്ടക്സായിട്ടല്ല അതിനൊരു കണക്ഷനുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കംപ്ലീറ്റ് ഗ്രാഫ്. കംപ്ലീറ്റ് ഡയഗ്രാഫ് വരുമ്പോൾ എന്താ പറയുന്നത്? ഇപ്പം ഡയഗ്രാഫ് ആകുമ്പോൾ നമുക്കറിയാം ഡയറക്ഷൻ വേണമെന്ന്. അപ്പം ഞാൻ എല്ലാവർക്കും ഡയറക്ഷൻ കൊടുക്കാം. ഇങ്ങനെ ഡയറക്ഷൻ കൊടുത്തു. തീർന്നോ? ഇല്ല. ഇനി എന്തോ വരുന്നത്? ഇതിൽ പറയുന്നത് എന്താ? ഇപ്പം എനിക്ക് ഇതിപ്പോൾ എൻ്റെ V1, ഇത് V2, ഇത് V3, ഇത് V4. എനിക്ക് V1ൽ നിന്ന് V2ലേക്ക് പോകാൻ ഡയറക്ഷൻ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തിരിച്ച് V2 നിന്ന് V1ലോട്ടും പറയണം. ഇവിടെ പറയുന്നുണ്ട് എവരി പെയർ ഓഫ് ഡിസ്റ്റിങ്ക്ട് വെർട്ടിസസ് ഈസ് കണക്റ്റഡ് ബൈ പെയർ ഓഫ് യുണീക്ക് എഡ്ജ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് V1ൽ നിന്ന് V2ലേക്ക് ഒരു പെയർ ഉണ്ടെങ്കിൽ തിരിച്ച് V2 നിന്ന് V1ലേക്കും വരണം. അപ്പോൾ V2 നിന്ന് V1ലേക്ക് വരച്ചു. V2 നിന്ന് V3യിലുണ്ടല്ലോ, ഇങ്ങനെ വരയ്ക്കണം. ഇവിടുന്ന് ഇങ്ങനെ വരും. ഇങ്ങോട്ട് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ തിരിച്ചും ഡയറക്ഷൻ വേണം. ഇവിടെ ഇങ്ങനെ വരും. പിന്നെ ഇവിടെ ഉണ്ടല്ലേ അകത്തൊരെണ്ണം കണ്ടില്ലേ, അവിടെയും വരും. പിന്നെ ഈ എഡ്ജിനും വരും. അപ്പോൾ ഇങ്ങനെ കിട്ടും നമ്മുടെ കംപ്ലീറ്റ് ഡയഗ്രാഫ്. ഇനി നോക്കിക്കേ, സിമ്മെട്രിക് ഗ്രാഫ്. സിമ്മെട്രിക് ഗ്രാഫ് എന്ന് പറയുമ്പം എന്ന് ബിയിലേക്ക് ഞാനൊരു റിലേഷൻ പറയുകയാണെങ്കിൽ തിരിച്ച് ബി എയിലേക്കും എനിക്ക് പറയാൻ പറ്റണം. ഇപ്പം ഇത് V1, V2, V3, V4. ഇപ്പം V1ൽ നിന്ന് V2ലേക്ക് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് V2 നിന്ന് V1ലേക്കും ഡയറക്ഷൻ വേണം. അപ്പം ഇവിടെ എല്ലാം ഡയറക്ഷൻ ഉണ്ട്. ഇപ്പം V2 നിന്ന് V4ലേക്ക് ഉണ്ടെങ്കിൽ തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും വേണം. അപ്പം ഇവിടെ എല്ലാം ഇങ്ങനെ വരും അല്ലേ. അപ്പം ഇങ്ങനെ വരും നമ്മുടെ ഗ്രാഫ് അല്ലേ. ഇതാണ് സിമ്മെട്രിക് ഗ്രാഫ്. ഇനി അസിമെട്രിക് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? അസിമെട്രിക് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതെ ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ. ഈ ഒരു ഗ്രാഫിൽ ഏത് രണ്ട് വെർട്ടക്സ് എടുത്താലും അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടായിരിക്കണം? ഒരു എഡ്ജ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ഡയറക്റ്റഡ് എഡ്ജ് ആയിരിക്കണം. അത് ഒരെണ്ണേ കാണാൻ പാടുള്ളൂ. പിന്നെ സെൽഫ് ലൂപ്പ് വരാം. ഇപ്പം ഞാൻ അതുകൊണ്ട് ഇവിടെ സെൽഫ് ലൂപ്പ് വയ്ക്കാം. അപ്പോൾ സെൽഫ് ലൂപ്പ് പോസിബിളാണ്. അപ്പോൾ ഇവിടെ എല്ലാം എന്തേ ഉള്ളൂ? ഒരു ഡയറക്റ്റഡ് എഡ്ജേ ഉള്ളൂ. ഇത് V3, ഇത് V4. ഇതാണ് അസിമെട്രിക് ഗ്രാഫ്. ഇനി കംപ്ലീറ്റ് അസിമെട്രിക് ഗ്രാഫ് എന്ന് പറയുമ്പം കംപ്ലീറ്റ് ഗ്രാഫ് നമുക്കറിയാം എന്താ. കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫ് അല്ലേ. ഇനി കംപ്ലീറ്റ് അസിമെട്രിക് ഗ്രാഫ് എന്ന് പറയുമ്പം അസിമെട്രിക് ഗ്രാഫിൻ്റെ പ്രത്യേകത എന്തുമായിരുന്നു? ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടെക്സിൻ്റെ ഇടയ്ക്കും ഒരൊറ്റ എഡ്ജ് കാണാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെ വരും? ഇപ്പോൾ ഈ രണ്ട് പെയർ ഓഫ് വെർട്ടെക്സിൻ്റെ ഇടയ്ക്ക് എല്ലാം ഇങ്ങനെ വരും അല്ലേ ഡയറക്ഷൻ. അതായത് നോർമൽ ഒരു കംപ്ലീറ്റ് ഗ്രാഫ് വരയ്ക്കുന്നു, അതിന് ഡയറക്ഷൻ കൊടുക്കുന്നു. കംപ്ലീറ്റ് അസിമെട്രിക് ഗ്രാഫ് തെറ്റിദ്ധരിക്കരുത് ആരുമായിട്ട്. ഈ കംപ്ലീറ്റ് ഗ്രാഫ് ഉണ്ട്, ഇത് കംപ്ലീറ്റ് ഡയഗ്രാഫാണ്. ഇതും കൂടെ മാറിപ്പോകരുത് കേട്ടോ. കംപ്ലീറ്റ് അസിമെട്രിക് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ആദ്യം കംപ്ലീറ്റ് ഗ്രാഫ് വരയ്ക്കാം. കംപ്ലീറ്റ് ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് അസിമെട്രിക് ഗ്രാഫിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കണം. അസിമെട്രിക് ഗ്രാഫിൻ്റെ കണ്ടീഷനാണ് ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടെക്സ് എടുത്താലും അവിടെ ഒരു ഒറ്റ എഡ്ജ് കാണാൻ പാടുള്ളൂ എന്നാണ് അല്ലേ. അതല്ലേ എൻ്റെ കണ്ടീഷൻ. അപ്പം അതാണ് കംപ്ലീറ്റ് അസിമെട്രിക് ഗ്രാഫ്. ഇവിടെ നോക്കിക്കേ, കംപ്ലീറ്റ് ഡയഗ്രാഫ് എന്ന് പറയുമ്പം കംപ്ലീറ്റ് ഗ്രാഫ് വരയ്ക്കാം. എന്നിട്ട് കംപ്ലീറ്റ് ഡയഗ്രാഫ് ആവണമെങ്കിൽ എന്താണ്? ഡിസ്റ്റിങ്ക്ട് വെർട്ടിസസ് ഈസ് കണക്റ്റഡ് ബൈ പെയർ ഓഫ് യൂണിക് എഡ്ജ്. അതായത് V1ൽ നിന്ന് V2ലുണ്ടെങ്കിൽ തിരിച്ച് V2 നിന്ന് V1ലും പറയണം അല്ലേ. അതാണ് കംപ്ലീറ്റ് ഡയഗ്രാഫ്. ഇനി നമുക്ക് വരുന്നത് കംപ്ലീറ്റ് സിമെട്രിക് ഗ്രാഫ്. ഇനി നോക്കിക്കേ, കംപ്ലീറ്റ് സിമെട്രിക് ഗ്രാഫ്. കംപ്ലീറ്റ് സിമെട്രിക് ഗ്രാഫ് എന്ന് പറയുമ്പം കംപ്ലീറ്റ് ഗ്രാഫ് എന്തായിരുന്നു? അതാദ്യം വരയ്ക്കാം. ഇതാണല്ലേ കംപ്ലീറ്റ് ഗ്രാഫ്. നമ്മളിവിടെ പഠിക്കുന്നത് ഡയഗ്രാഫുകളെ കുറിച്ചായതുകൊണ്ട് ഡയറക്ഷനും കൊടുക്കുന്നു. ഇനി നോക്കാം,
അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് ഓക്കെ. സിമ്മട്രിക് ഗ്രാഫ് നമ്മൾ എന്താ പഠിച്ചത്? എന്ന് ബിയിലേക്ക് പറയുന്നുണ്ടെങ്കിൽ തിരിച്ച് ബി എയിലേക്കും കാണണമല്ലേ. ഇപ്പം എന്ന് ബിയിലേക്കുണ്ട്, അപ്പോൾ തിരിച്ച് ബി എയിലേക്കും കാണണം. എന്ന് ബിയിലേക്കുണ്ട്, അപ്പം തിരിച്ച് ഇവിടെ എല്ലാം ഇങ്ങനെ കാണും അല്ലേ. ഇവിടെ ഇങ്ങനെ വരും. ഇതെന്താണ്? ഒരു കംപ്ലീറ്റ് ഗ്രാഫ് അല്ലേ. നമ്മൾ കംപ്ലീറ്റ് ഡയഗ്രാഫിന് ഇതേ സാധനമല്ലേ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ പിന്നെ സിമ്മട്രിക് ഗ്രാഫും ഈ കംപ്ലീറ്റ് സിമ്മട്രിക് ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം എന്താ? സിമ്മട്രിക് ഗ്രാഫ് എന്ന് പറയുമ്പം ഇപ്പം നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ എല്ലാം ഡയറക്ഷൻ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് പറയണം. ഇവിടെ എന്ത് വരുന്നില്ല? ഇങ്ങോട്ടേക്കൊന്നും ഞാൻ ഡയറക്ഷൻസ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഡയറക്ഷൻസ് പറഞ്ഞാലും അതെന്താണ്? അതൊരു സിമ്പിൾ ഗ്രാഫ് തന്നെയാണ് അല്ലേ. അപ്പം സിമ്മട്രിക് ഗ്രാഫുകളാണ്. കംപ്ലീറ്റ് സിമ്മട്രിക് ഗ്രാഫുകളെല്ലാം സിമ്മട്രിക് ആണെന്ന് എനിക്ക് പറയാം. പക്ഷേ സിമ്മട്രിക് എല്ലാം കംപ്ലീറ്റ് സിമ്മട്രിക് ആണോ? അല്ല. കംപ്ലീറ്റ് സിമ്മട്രിക് ആവണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നിന്ന് ഇങ്ങനെയും കൂടെ വേണം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിരുന്നെങ്കിൽ ഈ സിമ്മട്രിക് ഗ്രാഫ് എന്തായേനെ? ഒരു കംപ്ലീറ്റ് സിമ്മട്രിക് ഗ്രാഫ് ആയേനെ അല്ലേ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ പോർഷനായിരുന്നു അതിൽ മിസ്സായി പോയത്. വേറെ ഏതെങ്കിലും വീഡിയോയ്ക്ക് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു വിഷയം വരുന്നത്. അപ്പോൾ ചില വീഡിയോകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. 4th മൊഡ്യൂളിൽ ഏതൊക്കെയോ വീഡിയോസിന് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളുടെ കമൻറ്റ് കണ്ടിട്ട് ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഏതെങ്കിലും വീഡിയോയിലുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ കേട്ടോ.